ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഉള്ളിത്തണ്ട് കൊണ്ട് നല്ല സ്വാദുള്ള തോരൻ ഉണ്ടാക്കാം. നിറയെ പോഷക ഗുണമുള്ള സൈഡ് ഡിഷാണ്. ഫ്രഷ് ഉള്ളിത്തണ്ടാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കാം. ചേർത്ത് വെച്ചരിയാം. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. ട്യൂബ് പോലെയാണ് ഈ ഉള്ളിത്തണ്ട്. അപ്പോൾ വട്ടത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കിട്ടും. ധാരാളമുണ്ട്. ഒരു കെട്ട് ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട് തോരനിലേക്ക്. ഏകദേശം ഒരേ വലുപ്പത്തിലായി. നാളികേരം 3/4 കപ്പ് കഷ്ണങ്ങളാക്കി എടുത്തതുകൊണ്ടൊന്ന് പൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 5 എണ്ണം ചെറുതായിട്ട് നുറുക്കി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചതച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3/4 ടീസ്പൂൺ കടുക്. പൊട്ടി കഴിയുമ്പോൾ 1 കൈ ഉള്ളി നുറുക്കിയത് ചേർക്കാം. ഇനി വഴറ്റാം. സബോളയേക്കാളും ചെറിയ ഉള്ളിയാണ് സ്വാദ് ഈ തോരനിലേക്ക്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. 2 ഉണക്കമുളക് കഷ്ണാക്കിയത്. ഇനി ഒന്ന് മൂത്ത് നിറം മാറട്ടെ. ഉള്ളിത്തണ്ട് നുറുക്കിയത് ചേർക്കാം. ഫ്ലെയിം കുറച്ചിട്ട് നന്നായി യോജിപ്പിക്കാം. വെള്ളമയം നല്ലോണം ഉണ്ട് ഉള്ളിത്തണ്ടിൽ, അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കണ്ട. ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 3/4 വേവായിട്ടുണ്ട്. 5 മിനിറ്റായി. ഇനി ഉപ്പ് ചേർക്കാം. നല്ല കളറാണ് ഈ തോരന്. ഉള്ളിയുടെ കുത്തണ ഫ്ലേവർ ഉണ്ടാവില്ല കഴിക്കുമ്പോൾ. നാളികേരം ചതച്ച് ചേർക്കാം. പച്ചമുളകിന് ആവശ്യത്തിന് എരിവുണ്ട്. ഇനി വേറെ മുളക് ചേർക്കണ്ട. നാളികേരത്തിൻ്റെ ജലാംശം മാറിയിട്ട് ഇത്തിരി ഡ്രൈ ആയി കിട്ടണം. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഏറ്റവും സ്വാദ്. ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.